ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം? നമുക്കിന്നൊരു കാട റോസ്റ്റിൻ്റെ റെസിപ്പി നോക്കാം. എങ്ങനെ ചെയ്തെടുത്തിട്ടില്ലേ നോക്കാം. ടു ടീസ്പൂൺ മുളക് പൊടി, കാൽ ടീസ്പൂൺ ഗരം മസാല, കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി, 2 ടീസ്പൂൺ തൈര്, ആവശ്യത്തിന് ഉപ്പും ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള കാട ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 5 കാടയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതൊരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം. പാൻ ചൂടായി അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ ചൂടായി വരുമ്പോൾ നമുക്ക് കാട ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഒരു സൈഡായിട്ടുണ്ട്. ഇനി മറ്റേ സൈഡും കൂടെ തിരിച്ചിട്ട് കൊടുക്കാം. ഇതെല്ലാം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി അതേ ഓയിൽ തന്നെ 1 സ്പൂണ് വെളുത്തുള്ളി ഇഞ്ചി ചേർത്ത് കൊടുക്കാം. അതൊന്ന് പച്ചമണം മാറുമ്പോഴേക്കും സവാള കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ 2 സവാളയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴണ്ടി വരട്ടെ. ഇതിപ്പോൾ നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വേപ്പിലയും തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം. 2 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ചെറുതായി കട്ട് ചെയ്ത് അതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴണ്ടി വരട്ടെ. ഒന്ന് അടച്ചു വെച്ചിട്ട് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇത് തക്കാളിയൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇതൊന്ന് ഉടച്ചു കൊടുക്കാം നമുക്കൊന്ന്. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി,
1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 2 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തത്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ഇത് നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഒരു 1/4 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള കാട ചേർത്ത് കൊടുക്കാം. കാട ചേർത്ത് ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം. കാട ചേർത്ത് കൊടുത്ത് ഒന്ന് തിള വരുമ്പോൾ 1 ടീസ്പൂൺ വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതിൽ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നത് വരെ ഒന്ന് വറ്റിച്ചെടുക്കാം. അതിനുശേഷം സ്റ്റവ് ഓഫ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ, നമ്മളുടെ കാട റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ.